മന്ത്രിയായാൽ ഇങ്ങനെ വേണം. ഇന്നലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെത്തിയ മന്ത്രി വീണ ജോർജിനെ കണ്ണീരോടെ കണ്ട് സങ്കടം പറഞ്ഞപ്പോൾ അവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയ വീണ ജോർജ് ഉടൻ അതിന് പരിഹാരമുണ്ടാക്കി. നിമിഷങ്ങൾക്കുള്ളിൽ സങ്കടത്തിൻ്റെ കണ്ണീർ സന്തോഷത്തിൻ്റെ കണ്ണീരായി മാറി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ രണ്ടാമത്തെ കാരുണ്യ ഫാർമസി ഉദ്ഘാടനം ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് മന്ത്രി വീണ ജോർജിനെ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന വർക്കല സ്വദേശിയായ രോഗിയുടെ ഭാര്യയും സഹോദരിയും വന്ന് കാണുന്നത്. തൻ്റെ ഭർത്താവായ ഉണ്ണികൃഷ്ണനെ ഹാർട്ട് അറ്റാക്കായാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അത്യാഹിത വിഭാഗത്തിൽ എത്തിച്ചതെന്നും പരിശോധനയിൽ രക്തക്കുഴലിന് ബ്ലോക്ക് ഉണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ആൻജിയോപ്ലാസ്റ്റി ചെയ്യണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചതായും മന്ത്രിയോട് പറഞ്ഞു. ചികിത്സാ കാർഡ് ഇല്ലാത്തതിനാൽ സ്റ്റെൻറ്റിൻ്റെ തുക അടയ്ക്കേണ്ടി വന്നു. പെട്ടെന്ന് തുക സംഘടിപ്പിക്കാൻ കഴിയാതെ ഭർത്താവിൻ്റെ സഹോദരിയുടെ വള പണയം വെച്ച് 40,000 രൂപ അടച്ചു. സഹോദരിയുടെ ഭർത്താവും ക്യാൻസർ ബാധിച്ച് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. സ്റ്റെൻറ്റിൻ്റെ ബാക്കി തുക അടയ്ക്കാനുണ്ടെന്നും വളരെയേറെ ബുദ്ധിമുട്ടുന്ന തങ്ങളെ സഹായിക്കണമെന്നുമായിരുന്നു ഉണ്ണികൃഷ്ണൻ്റെ ഭാര്യയുടെയും സഹോദരിയുടെയും ആവശ്യം. ഉടൻ തന്നെ മന്ത്രി സൂപ്രണ്ടിനോട് ഇക്കാര്യം പരിശോധിക്കാനും അവർക്ക് ചികിത്സാ സഹായം ചെയ്തു കൊടുക്കാനും നിർദ്ദേശം നൽകി. പരിഹാരമുണ്ടാവുമെന്ന് ഉറപ്പ് നൽകി മധുരവും നൽകിയാണ് ഇരുവരെയും മന്ത്രി യാത്രയാക്കിയത്. സർക്കാരിൻ്റെ ചികിത്സാ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഉണ്ണികൃഷ്ണന് ചികിത്സാ സഹായം ലഭ്യമാക്കിയതായി മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചു. സ്റ്റെൻറ്റിൻ്റെ മുൻകൂറായി വാങ്ങിയ 40,000 രൂപ ഉൾപ്പെടെ തിരിച്ചു നൽകി. കൃത്യമായ പരിഹാരം നടപ്പാക്കിയ മന്ത്രിക്ക് നന്ദി അറിയിച്ചാണ് ആ കുടുംബം മടങ്ങിയത്. മന്ത്രിമാർ ജനസേവകരാണ്. കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കി അതിലിടപെട്ട് പരിഹരിച്ചപ്പോൾ ആ കുടുംബത്തിനുണ്ടായ സന്തോഷം ചില്ലറയല്ല. ഒരുപക്ഷേ മന്ത്രിയെ നേരിട്ട് കാണാനും സംസാരിക്കാനും പറ്റിയില്ലായിരുന്നുവെങ്കിൽ അവർക്ക് ചികിത്സയ്ക്കുള്ള പണം തികയാതെ കൃത്യമായ ചികിത്സ നടക്കില്ലായിരുന്നു. കാര്യം സാധിച്ചപ്പോഴുണ്ടായ അവരുടെ സന്തോഷം പറഞ്ഞറിയിക്കാനൊക്കാത്തതായിരുന്നു. മന്ത്രി വീണ ജോർജിന് നൽകാം ബിഗ് സല്യൂട്ട്.